ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വളരെ കുറച്ച് കപ്പലണ്ടിയും കുറച്ച് പൊട്ടുകടലയും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണെന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പിലും താഴെയായിട്ട് നിലക്കടല കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതുപോലെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ എനിക്ക് എരിവ് വളരെ കുറവ് മതി. ഇവിടെ എല്ലാവരും എരിവ് കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ വളരെ രണ്ടേ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് വറുത്തെടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നിറമൊക്കെ ഒരുപാടങ്ങ് മാറി ഒരു കരിയുന്ന കണക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ. ജസ്റ്റ് ഒന്നങ്ങ് വയറ്റി ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് വയറ്റിയെടുക്കാം. ഇത് മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള, അത് ഒരു ചെറിയ സവാളയാണ്, അത് ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞ് ചേർത്തേക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളിയും ഒരുപാട് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം എടുത്താൽ മതി. ഇതെൻ്റെ ഒരു കുഞ്ഞി തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരൊറ്റ എണ്ണ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വയറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകുകയൊന്നും വേണ്ട, ജസ്റ്റ് വെന്ത് വന്നാൽ മാത്രം മതിയാവും. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റാണ്. നല്ല തിക്ക്, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ കണ്ടോ, നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുഴഞ്ഞു വരുന്ന ഭാഗമൊന്നും ആവണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കാര്യം നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാണ്ട് കണ്ടോ, ഈ ഒരു പരുവമാണ് എല്ലാം ഒന്ന് വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ അതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. നല്ല പോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചെറിയ താളിപ്പും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് ഇനി 1 ടീസ്പൂണോളം കടുക് ഒന്നിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2 ഐറ്റം മാത്രമേ ഞാൻ താളിപ്പിന് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ചധികം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഇതിലേക്ക് നമ്മൾ പൊട്ടുകടലയൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് തിക്കാവും. അപ്പം ചട്നി ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് ലൂസായിട്ടിരിക്കുന്നതല്ലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ നല്ല പോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു പാകത്തിന്, ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു സമയം ഇതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നിട്ട് കൊടുക്കണം. അപ്പോൾ എനിക്കൊരല്പം ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ട് ഞാനൊരല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് തിളപ്പിക്കണം എന്ന് കരുതി ഒരുപാട് നേരം കൊണ്ട് തിളപ്പിക്കരുത്. ആ തിളയൊന്ന് വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കണം. അപ്പോൾ ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ.
ഒരുപാട് നേരമൊക്കെ ഇട്ട് തിളപ്പിക്കുവാണെങ്കിൽ ഇത് നല്ലപോലെ അങ്ങ് വറ്റും, കുറുകും, ആകെ ഒരു വേറെ ടേസ്റ്റ് ആയി പോവും. ഇപ്പം തിളയൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ചട്നിയാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ദോശയോ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. ഞാനിതിൻ്റെ കൂടെ ദോശയാണ് കേട്ടോ, അപ്പോൾ ദോശയുടെ കൂടെയാണ് ഈ ചട്നി കഴിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.